എക്സസൈസിനും നമ്മൾ ഭക്ഷണം കഴിക്കാറുണ്ട് അല്ലേ? നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് ഭക്ഷണം കഴിക്കാറുണ്ട്. അതുപോലെ തന്നെ ശരീരത്തിന്റെ ആരോഗ്യം പരിരക്ഷിക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്നതാണ് യോഗയും എക്സസൈസും ഒക്കെ കേട്ടോ. അപ്പൊ നമ്മൾ ഇന്ന് യോഗ പഠിക്കാനായിട്ടാണ് പോകുന്നത്. നിങ്ങൾക്കത് ഇഷ്ടമാണോ പഠിക്കാൻ? അറിയത്തില്ലാത്ത പുതിയൊരു കാര്യം പഠിക്കാനായിട്ട് ആഗ്രഹം ഉണ്ടായിരിക്കുമല്ലോ എല്ലാവർക്കും. അപ്പൊ നമുക്ക് ഈ ഒരു യോഗയെ കുറിച്ചൊന്ന് പഠിക്കാം. അതിനായിട്ട് നമ്മൾ ആദ്യം നമ്മൾ ഇങ്ങനെ തിരുന്നുകൊണ്ടാണ് ആ യോഗയുടെ ഒരു തുടക്കത്തിലെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടത്. ഇങ്ങനെ തിരുന്നുകൊണ്ടാണ് നമുക്ക് ചെയ്യാനുള്ളത്. അതുകൊണ്ട് നമ്മൾ യോഗ മാറ്റം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ സമയത്ത് നിങ്ങളെല്ലാവരും സ്വസ്ഥമായിട്ട് നിങ്ങളുടെ സ്ഥാനങ്ങളിൽ ഇരിക്കുക. ഓക്കെ, യോഗ ചെയ്യുന്നതിനായിട്ട് ഇരിക്കാൻ നമുക്ക് 2-3 ഇരിക്കുന്ന ആ ഒരു പൊസിഷൻ നമ്മൾ പേര് പറയുന്നുണ്ട്. ഒന്ന് വജ്രാസനമാണ്. ടീച്ചർ അത് ചെയ്ത് കാണിക്കാം. വജ്രാസനം ഇപ്പൊ നിങ്ങളെല്ലാവരും ഇരിക്കുന്നത് ചമ്രം പടിഞ്ഞാണല്ലോ. ഇതിന് നമ്മുടെ യോഗയിൽ പറയുന്നത് സുഖാസനം എന്നാണ് കേട്ടോ. സുഖാസനം. അപ്പൊ നിങ്ങൾ ഇരിക്കുന്നത് സുഖാസനത്തിലാണ്. പിന്നെ നമുക്കെല്ലാവരും ഇരിക്കാം പത്മാസനത്തിലിരിക്കാം. പത്മാസനത്തിൽ ഇരിക്കുമ്പോൾ ഈ ചമ്രം പടിഞ്ഞിരിക്കുന്നതിൽ നമ്മുടെ ഇടതേ കാല് വലതുകാലിന്റെ മുട്ടിന്റെ മേളിലായിട്ടും വലത്തെ കാലം ഇടതുകാലിന്റെ മുട്ടിന്റെ മേളിലായിരിക്കും ഇങ്ങനെ കയറ്റി വെക്കും. അതിനാണ് നമ്മൾ പത്മാസനം എന്ന് പറയുന്നത്. ഇനി അതല്ല, ഒരു കാലം മാത്രം കയറ്റി വെക്കുന്നതിന് നമ്മൾ അർദ്ധ പത്മാസനം എന്ന് പറയും. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായോ? ഓക്കെ, വജ്രാസനം ടീച്ചറൊന്ന് ചെയ്ത് കാണിക്കാതെ നമ്മളിങ്ങനെ മുട്ട് മടക്കിയിരിക്കും. മുട്ട് മടക്കി ഇത് സൈഡിലേക്ക് നിൽക്കാം. മുട്ടിങ്ങനെ മടക്കി നിൽക്കുന്നു. അതിനുശേഷം നമ്മുടെ കാൽപാദം തറയിലേക്ക് ഇങ്ങനെ ചേർത്ത് വെക്കുന്നു. അതിനുശേഷം നമ്മൾ ആ പാദത്തിലേക്ക് ഇരിക്കുകയാണ് ചെയ്യുന്നത്. മനസ്സിലായോ? ഇതാണ് വജ്രാസനം എന്ന് പറയുന്നത്. നമ്മുടെ കൈ ഇങ്ങനെ ഫ്രണ്ടിലേക്ക് ചേർത്ത് വെക്കും. കൈ മുട്ടിലേക്ക് നമ്മുടെ കൈപ്പത്തികൾ ചേർത്ത് വെക്കും. അതിനാണ് വജ്രാസനം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇതുപോലെ തന്നെ ഞാൻ സുഖാസനത്തിൽ തന്നെ ചെയ്ത് കാണിക്കാവേ. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ കൈകൾ ചിന്മുദ്രയിൽ വെക്കുകയാണ് ചെയ്യുന്നത്. ചിന്മുദ്ര എന്ന് പറയുമ്പോൾ നമ്മുടെ കൈ ഇങ്ങനെ കാണിച്ച് ഇതില് നമ്മുടെ തള്ളവിരലുകളോട് ചൂണ്ടുവിരലുകൾ ഇങ്ങനെ ചേർത്ത് പിടിക്കുക. ബാക്കി 3 വിരലുകൾ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ നേരെ പിടിക്കുക. ഓക്കെ, പിടിച്ചല്ലേ എല്ലാവരും? അതിനുശേഷം നമ്മുടെ കൈ നേരെ മുട്ടിന് മേലിലേക്ക് വെച്ച് ശരീരം നിവർത്തിരുന്നേ. നിവർന്ന്. ഓക്കെ, നിവർന്ന്. അപ്പോൾ നമ്മളുടെ കൈ പത്തി കൈ മുട്ടിലേക്ക് വരും കേട്ടോ. കൈ സ്ട്രെയിറ്റ് ആയിട്ട് പിടിച്ച് എല്ലാവരും സ്ട്രെയിറ്റ് ആയിട്ട് പിടിച്ച് നേരെ നേരെ പിടിച്ചു. ഇങ്ങനെ പിടിച്ചു സ്ട്രെയിറ്റ് ആയിട്ട്. ഓക്കെ, എല്ലാവരും ഇരുന്നോ? ഇനി നമുക്ക് ശ്വാസം ഉള്ളിലേക്ക് എടുക്കാവേ. കണ്ണടച്ച് എല്ലാവരും കണ്ണടച്ച് ഞാൻ പറയുന്നതിനനുസരിച്ച് ശ്വാസം ഉള്ളിലേക്ക് വലിക്കുക. ശ്വാസം പുറത്തേക്ക് വിടുക. ശ്വാസം ഉള്ളിലേക്ക് വലിക്കുക, പുറത്തേക്ക് വിടുക. ശ്വാസം ഉള്ളിലേക്ക് വലിക്കുക, ശ്വാസം പുറത്തേക്ക് വിടുക. ശ്വാസം പുറത്തേക്ക് വിടുക. ഉള്ളിലേക്ക് ശ്വാസം ഉള്ളിലേക്ക് പുറത്തേക്ക് വിടുക. ഒന്നുകൂടെ ശ്വാസം ഉള്ളിലേക്ക് വലിക്കുക, ശ്വാസം പുറത്തേക്ക് വിടുക. കണ്ടു തുറന്നേ. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് ഒരു ഫ്രഷ്നെസ് ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ടോ? ഉണ്ടല്ലേ? ഓക്കെ, ഇനി നമ്മൾ ഒരു പ്രാർത്ഥനാ ഗാനമുണ്ട്. അത് ആലപിക്കാനായിട്ടാണ് പോകുന്നത്. സർവ്വലോകത്തിനും വേണ്ടിയിട്ട്, സർവ്വലോകത്തിനും മംഗളം ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രാർത്ഥനയാണ്. നിങ്ങൾ കൈ കൂപ്പിയിരിക്കുക, കണ്ണടച്ചിരിക്കുക. കൈ കൂപ്പി കണ്ണടച്ചു എല്ലാവരും. ഞാനത് പ്രാർത്ഥനയുടെ ഗാനം പാടാം, നിങ്ങൾ അതേക്ക് ചൊല്ലിയാൽ മതിയേ. ഓക്കെ. ഓം സഹനാഭവതു സഹനോ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവതീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. ഇനി പതുക്കെ കണ്ണുകൾ തുറന്നേ. ഇനി നമുക്ക് കൈ നേരെ വെച്ചു ഇതേപോലെ മുമ്പ് ചെയ്യുന്ന പോലെ. ഇത് പറയുന്നത് ചിന്മുദ്ര എന്നാണ് കേട്ടോ, അല്ലെങ്കിൽ ജ്ഞാനമുദ്ര എന്ന് പറയും. ജ്ഞാനമുദ്ര, ചിന്മുദ്ര. ഇനി നമുക്ക് ശിഥിലീകരണ വ്യായാമങ്ങളാണ്. ഇപ്പൊ നമ്മള് നമ്മളുടെ യോഗയൊക്കെ ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ ബോഡിയിൽ തന്നെ നമ്മുടെ ശരീരത്തെ ഒന്ന് അതിനുവേണ്ടി സജ്ജമാക്കുകയാണ് ചെയ്യുന്നത്. അതിനാണ് നമ്മൾ ശുദ്ധീകരണ വ്യായാമങ്ങൾ ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ എക്സസൈസ് ചെയ്യുന്നതിന് മുമ്പ് വാമപ്പ് ചെയ്യും അല്ലേ, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ്
എന്താ നമ്മൾ ചെറിയ എന്തെങ്കിലും പലഹാരമൊക്കെ കഴിച്ച് ഇപ്പോൾ സദ്യ കഴിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഉപ്പേരിയൊക്കെ കഴിക്കുമല്ലേ എന്ന് പറയുന്ന പോലെ നമ്മൾ വലിയൊരു കാര്യം യോഗ എന്ന് പറയുന്നത് ശാരീരികമായിട്ട് അധ്വാനം ആവശ്യമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ ശരീരത്തെ ഒരുക്കുകയാണ് ചെയ്യുന്നത്. ഇതിനായിട്ട് നമുക്ക് എഴുന്നേറ്റ് നിൽക്കാവേ. എഴുന്നേറ്റ് ഓക്കെ. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് കൈകൾ രണ്ടും അരയിൽ ചേർത്ത് വെക്കാം. ഓക്കെ. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ചെയ്യുന്നത് നമ്മളുടെ തലയിലെ ശിരസ് ഇങ്ങനെ കറക്കുവാണ് ചെയ്യുന്നത്. ഓക്കെ. ആദ്യമേ നമുക്ക് രണ്ട് വശത്തേക്ക് ഇങ്ങനെ ഞാൻ ചെയ്ത് കാണിക്കാം, അതനുസരിച്ച് നിങ്ങൾ ചെയ്താൽ മതി. ഒന്ന്, ഇപ്പൊ നിങ്ങൾ ചെയ്യണ്ട, ഞാൻ ചെയ്ത് കാണിക്കാം. അത് കഴിഞ്ഞിട്ട് 1 2 3 4 മനസ്സിലായില്ലേ? അപ്പൊ അതുപോലെ നിങ്ങൾക്ക് ചെയ്യാവേ. ഓക്കെ. 1 2 3 4. ഓക്കെ. ഇനി നമ്മൾ ഈ കഴുത്തിങ്ങനെ കറക്കുവല്ലേ, അങ്ങനെ ഒന്ന് ചെയ്തേ. ഓക്കെ. ഇനി അടുത്ത വശത്തേക്ക്, അല്ലെങ്കിൽ മറ്റേ സൈഡിലേക്ക് ചെയ്തോ? ഓക്കെ. ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമ്മളുടെ തോളിലേക്ക് ഒന്ന് കൈ വെച്ചേ. ഇങ്ങനെ ഫ്രണ്ടിലേക്ക് കൈ ഫുള്ളായിട്ട് താഴ്ത്തുക. ഓക്കെ. ഇനി പുറകുവശത്തേക്ക് ഇനി കൈ ഇങ്ങനെ നീട്ടി വെച്ചേ. എല്ലാവർക്കും നേരെ നിൽക്കാൻ പറ്റുന്നുണ്ടോ? ഓക്കെ. ഇനി കൈ ഇങ്ങനെ ചുരുട്ടുക, നിവർത്തുക, വീണ്ടും കൈ ചുരുട്ടുക, നിവർത്തുക, കൈ ചുരുട്ടുക. ഇത് നല്ല സ്ട്രോങ് ആയിട്ട് പിടിക്കണേ, സ്ട്രോങ് ആയിട്ട്. ഓക്കെ. നിവർത്തുക, ഒന്നുകൂടെ കൈ ചുരുട്ടുക, നിവർത്തുക. ഓക്കെ. ഇനി നമുക്ക് ചെയ്യാനുള്ളത് മുമ്പിലേക്ക് വെന്റി അങ്ങനെ രണ്ടിലേക്ക് കുനിഞ്ഞ് നിലത്തിടാൻ പറ്റുമോ നോക്കി. കാല് കളക്കരുത്. ഓക്കെ. ഇനി അതേപോലെ കാലിലേക്ക് പുറകുവശത്തേക്ക് പോവുക. ഒരിക്കൽ കൂടി ഫ്രണ്ടിലേക്ക് വന്നേ. നടുവ് നന്നായിട്ട് വളഞ്ഞ് മുട്ട് വളയരുത്. ഓക്കെ. നേരെ. ഓക്കെ. ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമ്മളുടെ കാലുകൾ വലതേ കാല് ഫ്രണ്ടിലേക്ക് നീക്കി അതിൻ്റെ കാലം കത്തി വലത്തേക്ക് ഇങ്ങനെ കറക്കുക. ഇനി അത് അകത്തേക്ക് കറക്കുക, അതായത് നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക്. ഇനി ഇടത്തേക്ക് ആദ്യം അകത്തേക്ക് കറക്കാം. ഓക്കെ. ഇനി വലത്തേക്ക് കറക്കാം. ഇനി നേരെ. നമ്മൾ ഒന്നാമത്തെ യോഗാസനം ചെയ്യാനായിട്ട് പോവാണ്. ആ ഒരു ആസനത്തിന്റെ പേര് താടാസനം എന്നാണ്. താടാസനം എങ്ങനെയാണ്? താടാസനം. ഓക്കെ. അപ്പൊ അത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ ചെയ്ത് കാണിക്കാം. നിങ്ങളിപ്പോൾ ചെയ്യണ്ട, ശ്രദ്ധിച്ച് നിൽക്കുക. അതിനുശേഷം ഞാൻ പറയുമ്പോൾ നിങ്ങൾ ചെയ്താൽ മതി കേട്ടോ. താടാസനം ചെയ്യാനായിട്ട് ആദ്യം നമ്മൾ നമ്മുടെ രണ്ട് കാലുകൾ അടുപ്പിച്ച് വയ്ക്കുക, ചേർത്ത് വയ്ക്കുക. അതിനുശേഷം നമ്മുടെ കൈകൾ ഇങ്ങനെ കോർത്ത് പിടിക്കുക. കോർത്ത് ഫ്രണ്ടിലേക്ക് ഇങ്ങനെ പിടിച്ചതിന് ശേഷം ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് നമ്മൾ ഉപ്പൂറ്റിയെ പൊങ്ങി നിൽക്കുകയും കൈ ഇങ്ങനെ മേലിലേക്ക് കൊണ്ടുവരികയും അതിനുശേഷം കൈ തിരിച്ച് ഇതിന്റെ ഉൾവശം മുകളിലേക്കാവുന്ന രീതിയിൽ കൈ തിരിച്ചു വരികയും ചെയ്യും. അപ്പം നമ്മുടെ ഉപ്പൂറ്റി പൊങ്ങിയാണ്. ഒപ്പം കൈ നമ്മുടെ ബോഡി മുഴുവനായിട്ട്, നമ്മുടെ ശരീരം മുഴുവനായിട്ട് പൊങ്ങിയിരിക്കുന്ന ഒരു അവസ്ഥയിലായിരിക്കും കേട്ടോ. അത് കഴിഞ്ഞിട്ട് അങ്ങനെ ഒരു സെക്കൻഡ് അവിടെ നിന്നതിന് ശേഷം തിരിച്ച് ഈ കൈ കൊണ്ടുവരികയും ഉപ്പൂറ്റി നമ്മൾ പൂർവ്വസ്ഥിതിയിലേക്ക്, മുമ്പായിരുന്ന സ്ഥിതിയിലേക്ക് വരും. അപ്പോൾ ശ്വാസം ഇട്ടോണ്ട്, മനസ്സിലായല്ലോ? ഇവിടുന്ന് മുകളിലേക്ക് പോകുന്ന സമയത്ത് ശ്വാസം എടുക്കുന്നു, അവിടെ ചെന്ന് ശ്വാസം ഒന്ന് ഹോൾഡ് ചെയ്യുന്നു, നമ്മുടെ ബോഡി അതുപോലെ ഹോൾഡ് ചെയ്യുന്നു. അതിനുശേഷം തിരിച്ചു വരുന്ന സമയത്ത് ശ്വാസം ഇട്ടുകൊണ്ട് പഴയ സ്ഥിതിയിലേക്ക് വരും. ഓക്കെ. ഒന്ന് ചെയ്ത് നോക്കാം. ഓക്കെ. കാല് രണ്ടും ചേർത്ത് വെക്കുന്നു. കൈകൾ മുമ്പിൽ കൈകൾ കൂട്ടി പിടിക്കുന്നു. കൈ കോർത്ത് പിടിക്കണം കേട്ടോ. കൈ കോർത്ത് പിടിച്ച് ഇങ്ങനെ വെച്ചടാ പുറത്തേക്ക്. അകത്തേക്കല്ല, പുറത്തേക്ക്. അത് കൈ ചേർത്ത് വെച്ചു. അതിനുശേഷം ശ്വാസം ഉള്ളിലേക്ക് വലിക്കുന്നു. നമ്മൾ കൈ പതുക്കെ പൊക്കിക്കൊണ്ട് വരുന്നു. കാല് പൂജ്യ മുകളിൽ നിൽക്കുന്നു. മുകളിൽ ചെന്നിട്ട് കൈ പുറത്തേക്ക് തിരിക്കുന്നു. ഓക്കെ. ഈ ശ്വാസം ഇട്ടുകൊണ്ട് കൈയും നമ്മളുടെ കാലും പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുവരും. ശ്വാസം ഇട്ടുകൊണ്ട്. ഓക്കെ. മനസ്സിലായില്ലേ?
ഇനി ഒരു 3 തവണ നിങ്ങൾ ചെയ്യണം. 3 തവണ. ഓക്കെ, ചെയ്തു. കൈകൾ സാവധാനം മുകളിലേക്ക് കൊണ്ടുവരുന്നു. ശ്വാസം വലിച്ചുകൊണ്ട് സാവധാനം കൈകൾ മുകളിലേക്ക് കൊണ്ടുവരുന്നു. കൈ പൊക്കിക്കോ. ശ്വാസം എടുത്തോട്ട് മുകളിൽ ചെന്ന് കൈ തിരിച്ചു വെക്കുന്നു. ഓക്കെ, പൂജ എല്ലാവരും പൊങ്ങിയാണ് എടുക്കുന്നത്. ഇനി പതുക്കെ പൂർവ്വസ്ഥിതി. ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് കൈ താഴെ കൊണ്ടുവന്ന് പഴയ സ്ഥിതിയിൽ തന്നെ. ഓക്കെ, ഒരിക്കൽ കൂടി ചെയ്യാം. കൈകൾ ചേർത്ത് വെക്കുന്നു. ശ്വാസം വലിച്ചുകൊണ്ട് കൈ മുകളിലേക്ക് എത്തുന്നു. അവിടുന്ന് കൈ ഓക്കെ, നമ്മുടെ ബോഡി മുഴുവനായിട്ട് മുകളിലേക്ക് സ്ട്രെച്ച് ചെയ്ത് നിൽക്കുവാണ്. ഓക്കെ, ഇനി ശ്വാസം വിട്ടുകൊണ്ട് പതുക്കെ പൂർവ്വസ്ഥിതിയിലേക്ക് വരും. ഓക്കെ, ഒരിക്കൽ കൂടി കാലുകൾ രണ്ടും അടുപ്പിച്ച് വെക്കുന്നു. കൈ മുൻവശത്ത് കോർത്ത് പിടിക്കുന്നു. ശ്വാസം ഉള്ളിലേക്ക് വലിച്ച് ശ്വാസം ഉള്ളിലേക്ക് വലിച്ചുകൊണ്ട് കൈ മുകളിലേക്ക് കൊണ്ടുവരുന്നു. ബോഡി മുഴുവനായിട്ട് സ്ട്രെച്ച് ചെയ്യുന്നു. പതുക്കെ ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് താഴേക്ക് വരുന്നു. ഓക്കെ, ഇതാണ് നമ്മൾ ഗാഠാസനം പഠിച്ചത്. ഇനി രണ്ടാമതായിട്ട് നമ്മൾ പഠിക്കുന്നത് ത്രികോണാസനമാണ്. ത്രികോണാസനം, അതിൽ നമ്മൾ ആദ്യമായിട്ട് നമ്മളുടെ കാലുകൾ, ഇപ്പൊ നിങ്ങളുടെ കാല് അടുപ്പിച്ചല്ലേ ചെയ്യുന്നത്, ഈ 2 അടി അകത്തി വെക്കുക ചെയ്യുന്നത്. ഈ ഒരു പൊസിഷൻ ഇപ്പൊ നിങ്ങൾ ചെയ്യണ്ട, നിങ്ങൾ നോക്കിയാൽ മതി കേട്ടോ. ശ്രദ്ധിച്ച് നോക്കണേ. നമ്മുടെ കാല് 2 അടി ഈ ഒരു ഡിസ്റ്റൻസിൽ കാലകത്ത് തെന്നി വീഴാതെ ശ്രദ്ധിക്കണം കേട്ടോ. കാലിങ്ങനെ അകത്തി വെച്ചതിന് ശേഷം കൈ രണ്ടും നിവർത്തി പിടിക്കുന്നു. നേരെ ആയിരിക്കണം കേട്ടോ. ഇത് ഒറ്റ സ്ട്രെയിറ്റ് ലൈൻ അല്ലേ, വളവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇല്ല. അതേപോലെ കൈ സ്ട്രെയിറ്റ് ആയിട്ട് 2 കൈപ്പത്തി താഴേക്ക് വരുന്ന രീതിയിലാക്കി വെക്കുക. അതിനുശേഷം നമ്മൾ വലതുവശത്തേക്ക് ഇങ്ങനെ പതുക്കെ ചെയ്യുകയാണ് ചെയ്യുന്നത്. വലതുവശത്തേക്ക് വലത് കൈ കൊണ്ട് വലതേ കാലിന്റെ പത്തിയിൽ പിടിക്കാൻ പറ്റുമോ നമ്മൾ നോക്കുന്നു. വലത് കാലിന്റെ മുട്ട് വളയത്തില്ല. മുട്ട് വളയാതെ നമ്മൾ കൈ ഇവിടെ നേരെ സൈഡിലേക്ക്, ഫ്രണ്ടിലേക്കല്ല സൈഡിലേക്ക് ചെരിഞ്ഞ് കാലവിടെ എത്തിക്കാൻ പറ്റും. കൈ പിടിക്കാൻ പറ്റുമോ നോക്കുന്നു. ഇപ്പൊ നമ്മുടെ ഇടത് കൈ നേരെ മുകളിൽ വരണം. മനസ്സിലായോ? ഞാൻ ചെയ്ത് കാണിക്കാം, നിങ്ങൾ നോക്കണം കേട്ടോ. ഇങ്ങനെയാണ് കൈ രണ്ടും 2 സൈഡിലേക്ക് വെക്കുന്നു. അതിനുശേഷം വലതേ കൈ കൊണ്ട് വലതേ കാലിന്റെ പത്തിയിൽ പിടിക്കാൻ പറ്റുമോ നോക്കുന്നു. നമ്മുടെ കണ്ണ് മുകളിലേക്കായിരിക്കണം. നമ്മുടെ ഈ കൈ ഈ നീളം ഇടത് കൈ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കണം, മുകൾ വശത്തായിട്ട്. ഓക്കെ, ഇനി നമ്മൾ തിരിച്ച് ഈ ഒരു കൈയുടെ ഉള്ളിലേക്ക് നമ്മൾ നോക്കുന്നു. അതിനുശേഷം വീണ്ടും പഴയ പടിയിലേക്ക് വരുന്നു. ഇത് നമ്മൾ രണ്ടാമത് ചെയ്യുന്നത് അടുത്ത സൈഡിലേക്കാണ്. അതായത് ഇടത് കൈ കൊണ്ട് ഇടത് കാലിന്റെ പത്തിയിൽ പിടിക്കാനായിട്ട് ശ്രമിക്കുന്നു. മാക്സിമം ശ്രമിക്കുന്നു കേട്ടോ. ചിലപ്പോൾ ചിലർക്ക് എത്തുകയായിരിക്കും, എങ്കിലും മാക്സിമം ഈ സൈഡ് വളയാനാണ് നോക്കുന്നത് കേട്ടോ. ഫ്രണ്ടിലേക്കല്ല ചെയ്യേണ്ടത്, സൈഡിലേക്കാണ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ഇടത് വശത്തേക്ക് ചെയ്യുമ്പോൾ വലത് കൈയുടെ ഉൾവശം കയ്യിലേക്ക് ആക്കുന്നു. ആ കൈയിലേക്ക് നോക്കും. ഓക്കെ, ഈ കൈ സ്ട്രെയിറ്റ് ആയിരിക്കണം. നമ്മൾ ഒരു നമ്മുടെ ജോയിൻസ് ഒന്നും വളയ്ക്കുന്നില്ല, എല്ലാം സ്ട്രെയിറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. മനസ്സിലായില്ല നിങ്ങൾക്ക്? ഓക്കെ, അങ്ങനെയാണ് നമുക്ക് ത്രികോണാസനത്തിലേക്ക് കിടക്കാം. അതിനായിട്ട് കാലുകൾ അകത്തി വെക്കാം, 2 അടി. ഓക്കെ, എല്ലാവരും നിന്നോ? അതിനുശേഷം കൈകൾ 2 നേരെ പിടിച്ച് ഓക്കെ, സ്ട്രെയിറ്റ് ആയി കുറച്ച് നേരെ പിടിച്ച് എല്ലാവർക്കും നന്നായിട്ട് നിൽക്കാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? കുറച്ച് പേര് നിൽക്കാൻ പറ്റുന്നില്ല, തട്ടുന്നുണ്ടെന്നുള്ളവരൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നിന്നാൽ മതി കേട്ടോ. എല്ലാവർക്കും നിൽക്കാമല്ലോ? മോളെ നേരെ നിന്നേരാ. കാലുകൾ രണ്ടും അകത്തിരിക്കുന്നു, കൈ നേരെ വെക്കുന്നു. ഇനി അടുത്തതായിട്ട് നമ്മൾ വലതുവശത്തേക്ക് ചെയ്യാനാണ് പോകുന്നത്. വലത് കൈ കൊണ്ട് വലത് കാൽപ്പത്തിയിൽ പിടിക്കാൻ പറ്റുമോ നോക്കുന്നു. മാക്സിമം നന്നായിട്ട് വലതുവശത്തേക്ക് വളഞ്ഞ് കാൽപ്പത്തിയിലായിട്ട് നമ്മുടെ കൈ നമ്മൾ നോക്കുന്നു. ഇടത് കൈ മുകളിലേക്ക്, ഇടത് കൈ ആ പൊസിഷനിൽ നിന്ന് ഇടത് കൈ മുകളിലേക്കാക്കി, ഇടത് കൈ മുകളിലേക്ക്. ഓക്കെ, ഈ ഇടത് കൈ ഞാൻ മുകളിലേക്ക്, കൈ തിരിച്ച് ഈ കയ്യിലേക്ക് നോക്കുക കേട്ടോ. കൈയിലേക്ക് കൈ നേരെ വെച്ച്. ഓക്കെ, ഇനി നേരെ തിരിച്ച് പഴയ അവസ്ഥയിലേക്ക് വരുന്നു. ഓക്കെ, കൈ സ്ട്രൈറ്റ് ആയിട്ട് പിടിച്ച്
കൈ സ്ട്രെയിറ്റ് ആയിട്ട്. ഓക്കെ, ഇനി മറ്റേ സൈഡിലേക്ക്, അതായത് ഇടതുവശത്തേക്ക് ഇടത് കൈ കൊണ്ട് ഇടത് കാലിന്റെ പത്തിയിൽ ഇടതുവശത്തേക്ക് നന്നായിട്ട് വളഞ്ഞ് വലത് കൈ മുകളിലേക്ക് ആക്കണം. വലത് കൈയുടെ ഉൾഭാഗം സ്ട്രെയിറ്റ് ആയിട്ട് നമുക്ക് നോക്കാൻ പറ്റണം. ഓക്കെ, ഇനി നമുക്ക് തിരിച്ച് ആ ഒരു പൊസിഷനിലേക്ക് വരാം. മനസ്സിലായില്ലേ? ഇതാണ് ത്രികോണാസനം. ഇതൊരു 3 തവണ നമുക്ക് ചെയ്യാവേ. നിങ്ങളൊരു 3 തവണ ഇത് ചെയ്യണം. ഓക്കെ, ചെയ്യാം. കാലുകൾ അകത്തി വെക്കുന്നു, കൈ നേരെ പിടിക്കുന്നു. ഓക്കെ, അതിനുശേഷം ആദ്യം വലതുവശത്തേക്ക് നന്നായിട്ട് വളഞ്ഞ് താഴെ വരെ കൈ എത്തിക്കുന്നു. മുകളിലത്തെ കൈയിലേക്ക് നോക്കുന്നു. ഇനി തിരിച്ച് പതുക്കെ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുന്നു. അതിനുശേഷം നമ്മൾ ഇനി ഇടതുവശത്തെയാണ് ചെയ്യാൻ പോകുന്നത്. ഇടതുവശത്തേക്ക് നന്നായിട്ട് വളയുന്നു. ഇടത്തെ കൈ താഴേക്കും വലതേ കൈ മേളിലേക്കും, വലതേ കൈയുടെ ഉള്ളിലേക്ക് നമ്മൾ നോക്കുന്നു. ഇനി നേരെ വരും. ഓക്കെ, വീണ്ടും വലതുവശത്തേക്ക് നന്നായിട്ട് വളയുന്നു. ഇടത്തെ കൈയിലേക്ക് നോക്കുന്നു. തിരിച്ച് നേരെ വരുന്നു. ഇനി അടുത്ത വശത്തേക്ക്, വലതുവശത്തേക്ക്. തിരിച്ച് ഒരിക്കൽ കൂടി അടുത്തൊരു വശത്തേക്ക് നന്നായിട്ട് വളയുന്നു. തിരിച്ച്. ഓക്കെ, നേരെ കൈ താഴേച്ച് കാലടിച്ച് വെച്ച്. അപ്പൊ നമ്മള് 2 യോഗാസനങ്ങൾ പഠിച്ചു. ഏതൊക്കെയാ പഠിച്ചത്? ഒന്നാമതായിട്ട് താഠാസനം പഠിച്ചു, രണ്ടാമതായിട്ട് ത്രികോണാസനം പഠിച്ചു. ഓക്കെ, താടാസനം എങ്ങനെയായിരുന്നു? നമ്മൾ ബോഡി ഫുള്ളായിട്ട് സ്ട്രെച്ച് ചെയ്യുന്ന അതായത് താടാസനം. ത്രികോണാസനം 2 വശത്തേക്കും നന്നായിട്ട് വളഞ്ഞ് കിട്ടുന്ന രീതിയിലായിരുന്നു ത്രികോണാസനം. ഇനി നമുക്ക് ചെയ്യാനുള്ളത് പ്രാണായാമമാണ്. അതിനായിട്ട് നമ്മൾ ആദ്യം ഇരുന്ന പോലെ സുഖാസനത്തിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്ന നന്നായിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു രീതിയിൽ നിലത്തിരിക്കുക. ഓക്കെ, കൈകൾ ചിന്മുദ്രയിൽ വെച്ച്, ചിന്മുദ്രയില് ബോഡി ശരീരം നിവർന്ന് നന്നായിട്ട് നിവർന്ന് നട്ടലൊക്കെ നിവർന്ന് നന്നായിട്ട് ഇരിക്കുക. ഓക്കെ, കൈ സ്ട്രെയിറ്റ് ആയിട്ട് വെച്ച്. അപ്പൊ നമ്മളിപ്പോ ഇരിക്കുന്നതാണ് ചിന്മുദ്രയില് ഇരിക്കുകയാണ് സുഖാസനത്തില് കൈകൾ ചിന്മുദ്രയിൽ വെച്ചിട്ടാണ് ഇരിക്കുന്നത്. ഇനി ചെയ്യാനുള്ളതാണ് നമുക്ക് പ്രാണായാമം. അതായത് നമ്മുടെ ശ്വസനത്തെ നിയന്ത്രിക്കാനായിട്ട് പഠിക്കുകയാണ് ചെയ്യുന്നത്. ശ്വസനം നമുക്കറിയാം. ഈ നമ്മൾ ഉറങ്ങുമ്പോഴും നമ്മൾ ഏത് കാര്യം ചെയ്യുമ്പോഴും ശ്വസനം സ്വാഭാവികമായിട്ട് നടക്കുന്നുണ്ട് അല്ലേ? നമ്മൾ ശ്വസനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാറുണ്ടോ? നമ്മുടെ ഏകാഗ്രതയൊക്കെ വർദ്ധിപ്പിക്കാനായിട്ട് ശ്വസനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് നമ്മളെ സഹായിക്കും കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ശ്വസനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ വലത് കൈ, ഇടത് കൈ ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ, ചിന്മുദ്രയിൽ തന്നെ ഇരിക്കട്ടെ. വലത് കൈ ഇങ്ങനെ ഉയർത്തി പിടിച്ച് അതിന്റെ ചെറിയ വിരലും മോതിര വിരലും, ആ 2 വിരൽ കൊണ്ട് നമ്മൾ നമ്മുടെ മൂക്കിന്റെ ഒരു സൈഡ് അടച്ചു പിടിക്കും. ഓക്കെ, ഈ ആദ്യത്തെ ചൂണ്ടുവിരലും നടുവിരലും ഇങ്ങനെ മടങ്ങിയിരിക്കട്ടെ, മടങ്ങി. ഓക്കെ, ഇനി ബാക്കി 2 വിരൽ കൊണ്ട്, ഈ 2 വിരൽ കൊണ്ട് മൂക്കിന്റെ ഒരു സൈഡ് നമ്മൾ അടച്ചു വെക്കും. ഇടത്തെ സൈഡ് മൂക്കിന്റെ ഇടത്തെ ദ്വാരം നമ്മൾ അടച്ചു വെക്കുക. എന്നിട്ട് വലതുവശത്തൂടെ നമ്മൾ ശ്വാസം വരുന്നു. നന്നായിട്ട് ശ്വാസം ഉള്ളിലേക്ക് എടുത്തേ. ഇനി ജസ്റ്റ് ഒന്ന് മൂക്കടച്ചു പിടിച്ചേ. ഓക്കെ, ഇനി ആ തള്ളവിരല് കൊണ്ട് മൂക്കടച്ചു വെച്ചിട്ട് മറ്റേ ഇതിലേക്കൂടെ ശ്വാസം പുറത്തേക്ക് വരും. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായോ? കൈ നേരെ ചിന്മുദ്ര വെച്ച് ഒന്നുകൂടെ ഞാൻ പറഞ്ഞു തരാം, ഞാൻ ചെയ്ത് കാണിക്കാം. നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. ആദ്യമായിട്ട് നമ്മുടെ വലത് കൈയുടെ 2 വിരലുകൾ, അതായത് ചൂണ്ടുവിരലും നടുവിരലും ഇങ്ങനെ മടക്കി വെക്കുന്നു. അതിനുശേഷം നമ്മുടെ ചെറിയ വിരലും, അതായത് ചെറിയ വിരലും മോതിര വിരലും ഉപയോഗിച്ച് മൂക്കിന്റെ ഇടത്തെ ദ്വാരം അടയ്ക്കുന്നു. അതിനുശേഷം മൂക്കിന്റെ വലത്തെ ദ്വാരത്തിലൂടെ ശ്വാസം നന്നായിട്ട് ഉള്ളിലേക്ക് വലിക്കുന്നു. അതിനുശേഷം ജസ്റ്റ് ഇതൊന്ന് അടച്ചു വെക്കും. ഒന്ന് ഹോൾഡ് ചെയ്യുവാണ് ശ്വാസം. ഉള്ളിലേക്ക് എടുത്ത് ശ്വാസത്തെ ഒന്ന് ഹോൾഡ് ചെയ്യുവാണ് ചെയ്യുന്നത്. ഓക്കെ, 10 സെക്കൻഡ് അങ്ങനെ വെക്കുന്നു. അതിനുശേഷം നമ്മൾ ഈ കൈകൾ, അതായത് ശ്വാസം എടുത്ത ഭാഗം അല്ല
ഒന്ന് ഹോൾഡ് ചെയ്യുന്നതിന് ശേഷം വലത്തേ മൂക്കിലൂടെ നമ്മൾ ആ ശ്വാസത്തെ പുറത്തേക്ക് വിടുകയാണ്. ഇടത്തേ മൂക്കിലൂടെ നമ്മൾ ശ്വാസം എടുക്കുന്നു, ഹോൾഡ് ചെയ്യുന്നു, വലതേ മൂക്കിലൂടെ നമ്മൾ ശ്വാസം പുറത്തേക്ക് വിടുന്നു. മനസ്സിലായില്ലേ? ഓക്കെ. ആദ്യമായിട്ട് നമ്മൾ എങ്ങനെ ചെയ്യുന്നത്? ഓക്കെ, നമ്മൾ ആദ്യം മൂക്കിന്റെ ഇടത്തെ സൈഡിൽ കൂടെ ശ്വാസം എടുക്കുന്നു, ഹോൾഡ് ചെയ്യുന്നു, വലതേ സൈഡിൽ കൂടെ പുറത്തേക്ക് വിടുന്നു. വീണ്ടും വലതേ മൂക്കിൽ കൂടെ നമ്മൾ ശ്വാസം എടുക്കുന്നു, ഹോൾഡ് ചെയ്യുന്നു, ഇടത്തെ സൈഡിൽ കൂടെ ശ്വാസം പുറത്തേക്ക് വിടുന്നു. മനസ്സിലായില്ലേ? ഓക്കെ. ഇനി കൈ മുദ്ര വെച്ച് സ്ട്രെയിറ്റ് ആയിട്ട് ഇരുന്നേ, സ്ട്രെയിറ്റ് ആയിട്ട്. ഓക്കെ. ഇതിന് ശേഷം നമുക്ക് നമ്മൾ പ്രാണായാമം ചെയ്യാനായിട്ട് പോകാം. അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ വലതേ കൈ ഉപയോഗിച്ച് വലതേ കൈയുടെ 2 വിരലുകൾ മടക്കിക്കേ. ഇതിന് ശേഷം ഓക്കെ, ഇടത് മൂക്കിന്റെ ഒരു സൈഡിൽ കൂടെ ശ്വാസം ഉള്ളിലേക്ക് നന്നായിട്ട് വലിക്കുക, ഒന്ന് ഹോൾഡ് ചെയ്യുക. ഓക്കെ, മറ്റേ സൈഡിൽ കൂടെ ശ്വാസം പുറത്തേക്ക് വിടുക. ഇതൊരു 5 തവണ നിങ്ങൾ റിപ്പീറ്റ് ചെയ്തു. കണ്ണടച്ച് ചെയ്താൽ കുറച്ചുകൂടെ ശ്രദ്ധ കിട്ടും. ഓക്കെ, കണ്ണടച്ച് പ്രാണായാമം 5 തവണ ചെയ്യാവേ. ഓക്കെ, ചെയ്ത് കഴിഞ്ഞോ? എങ്കിൽ കൈ 2 എടുത്തേ, കൈ നന്നായിട്ട് കൂട്ടി തിരുമിക്കേ. നന്നായിട്ട് ചൂടാവുന്നിരിക്കുക, നന്നായിട്ട് തിരുമിക്കേ. ഇനി ആ ചൂടോടെ കണ്ണിലേക്ക് ഇങ്ങനെ കൈ വെച്ച് ചൂടൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റണം കണ്ണിൽ. ഓക്കെ, ഇനി വീണ്ടും നന്നായിട്ട് കൈ തിരുമിക്കേ. കവിളിലെല്ലാം വെച്ച് ആ ചൂട് അനുഭവിക്കാൻ പറ്റുന്നില്ലേ? ഓക്കെ, വീണ്ടും കണ്ണിലേക്ക് മുഖത്തേക്കൊക്കെ ഒന്ന് വെച്ചിട്ട് കൈ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് മുഖത്തൊന്ന് തിരുമി താഴേക്ക് കൊണ്ടുവന്ന് കൈ കൂട്ടി വെച്ചേ. ഇനി നമ്മൾ സർവ്വലോകത്തിനു വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാണ്. സർവ്വലോകത്തിനും മംഗളം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് നമ്മൾ നമ്മുടെ യോഗ നിർത്താൻ പോകുന്നത്. സ്ട്രെയിറ്റ് ആയിട്ട് കൈകൾ സ്ട്രെയിറ്റ് ആയിട്ട് ചിന്മുദ്ര അടിച്ച്. അപ്പോൾ നമ്മൾ യോഗയുടെ അവസാന ഭാഗത്തിലേക്ക് എത്തി. ഇനി നമ്മൾ സർവ്വലോകത്തിന് വേണ്ടി പ്രാർത്ഥിച്ചല്ലേ? ഇനി യോഗ അവസാനിപ്പിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ കൈകൾ പുറകെ കെട്ടി നമ്മൾ യോഗമുദ്രയിൽ നെറ്റി മുൻപിൽ കുത്തിയിട്ട് നമ്മൾ നിൽക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ ഒന്ന് മുട്ടുകുത്തിക്കുക, എല്ലാവരും മുട്ടുകുത്തിനെ മുട്ടുകുത്തിരിക്കണം. അതിനുശേഷം കൈ പുറകെ കെട്ടി നെറ്റി താഴെ നിലത്ത് തൊടുന്ന രീതിയിൽ അങ്ങനെ നിന്നേ. ഓക്കെ, കൈ പുറകെ കെട്ടി നെറ്റി മുമ്പിൽ കുത്തി. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദ്യച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദയ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. എല്ലാവരും നേരെ നിന്നു. ഓക്കെ, എല്ലാവരും എണീറ്റ് തന്നെ സ്ട്രൈറ്റ് ആയിട്ട്. അപ്പം നമ്മൾ ഇന്ന് യോഗയുടെ 2 ആസനങ്ങളാണ് പഠിച്ചത്. നിങ്ങൾ ഇതുപോലെ ചെറിയ നമ്മൾ എക്സസൈസ് ചെയ്യാൻ അല്ലെങ്കിൽ യോഗയുടെ ചെറിയ ചെറിയ ആസനങ്ങളൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കണം കേട്ടോ. ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. താങ്ക് യു.